അടുത്തതായിട്ടൊരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്, ഒരു 1 man ഷോ. വേദിയിലേക്ക് എത്തുന്നു സുജി കോതേരി. സുജി, നമസ്കാരം. നമസ്കാരം. ഈ കോതേരി എവിടെയാണ്? കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ ആണ് കോതേരി എന്ന സ്ഥലം. ഓക്കെ, അപ്പൊ എന്താണ് സ്പെഷ്യൽ പെർഫോമൻസ്? 4 താരങ്ങളുടെ ശബ്ദം അനുകരിക്കുകയാണ്. ഓക്കെ, 4 താരങ്ങളുടെ ശബ്ദം. ആദ്യമായിട്ട് നമ്മളെ കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ എന്ന സിനിമയിലെ വിഷ്ണുവിന്റെ ശബ്ദമാണ് അനുകരിക്കാൻ ശ്രമിക്കുന്നത്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ. എന്റെ മണിച്ചേട്ടാ, ധനുഷ് ചേട്ടാ, രജനി ചേട്ടായി, നിങ്ങളെ കണ്ടോണ്ടാ ഞാൻ ഈ പണിക്ക് ഇറങ്ങിയേക്കണേ. കള്ളം വേഷമല്ലേ, അത് ഞാൻ പൊരിക്കും. ഈ ചെറുക്കനൊക്കെ എന്തോരം കുത്തിവരച്ചല്ല കൊടുക്കണത് ഗ്ലാമറാ. അടിപൊളി, നല്ല അടിപൊളി. പിന്നെ അടുത്തതായിട്ടെന്ന് പറയുന്നത് നമ്മുടെ വിനായകൻ ചേട്ടന്റെ ശബ്ദമാണ്. വിജയ, നീ എൻ്റെ അരിക്ക് വന്ന കാശിന് എന്നെ ഞട്ട് വരുത്തിക്കുകയും കാശ്. അപ്പൊ നമ്മൾ തമ്മിൽ സ്നേഹമൊക്കെ വേണ്ടത്. കയ്യിൽ കാശുള്ളത് കൊണ്ടാണ് അതോ ഇവന്മാർക്ക് എന്നോട് ഭയങ്കര സ്നേഹവും. ഭാഗ്യത്തിന് എനിക്ക് സ്നേഹം കാശിനോട്. മറ്റൊരുത്തൻ്റെ കയ്യിലെ കാശ് നമ്മുടെ പോക്കറ്റിൽ എത്തിക്കണല്ലേ കച്ചവടം. അതൊരു കലയല്ലേ. അതിങ്ങനെ കലി കൊണ്ടിട്ട് വല്ല കാര്യം ഉണ്ടാണ്. കഴിവറ മോനെ, നീ എന്നെ കച്ചവടം പഠിപ്പിക്കാനാ? അടിച്ചു പൊളിക്കണ എല്ലാം കൂടി ഇവിടെ കച്ചവടം നടത്താൻ പറ്റുള്ളൂ. ഞാൻ നോക്കട്ടെ. പിന്നെ നമ്മളെ തമിഴകത്തിന്റെ ഇളയ ദളപതി വിജയ്, അദ്ദേഹം സ്റ്റേജിൽ സംസാരിക്കുന്നതാണ്. நிறைய பேருங்கிட்ட சொல்லி கேள்விப்பட்டிருக்கு, வெற்றிக்கு பின்னாடி ஒரு ஆணு ஒரு பெண்ணு இருப்பாங்க அப்படி இப்படின்னு. ஆனால் எனக்கு பின்னாடி நிறைய அவமானங்கள் மட்டும்தான் இருக்குது. என்னுடைய பிகினிங் ஸ்டேஷனில் என்னை பற்றி வந்த விமர்சனங்கள், கமெண்ட்ஸுகள் இதொன்னும் மறுக்கிறதுக்கு ஒன்றும் இல்லை. உங்கள் எல்லாருக்கும் தெரிஞ்ச விஷயம்தான். அது ஒரு பெரிய டிஸ்கரேஜ்மெண்ட் எடுத்திருந்தால் இன்றைக்கு உங்கள் முன்னாடி ஒரு விஜயை வந்திருக்க முடியாது. எனக்கு உண்மையான ஒருத்தனை இவருக்கு தெரியும், பொய்யா ஒருத்தனை நேசிக்கவே தெரியாது. പിന്നെ അടുത്തത് പിഷാരടിയുടെ ശബ്ദം ആണ് അനുകരിക്കാൻ ശ്രമിക്കുന്നത്. എൻ്റെ മുകേഷ് ഏട്ടാ, ഒരു 1.5 വർഷം മുമ്പുള്ള എപ്പിസോഡിൽ ധർമ്മജൻ സിനിമാ നടനാകുന്നതായിരുന്നു സ്കിറ്റ്. നീ പോടാ പോയി വാന്ന് ഞാനൊന്ന് ഇറക്കി. അവനങ്ങ് പോയതിന് ശേഷം മുകേഷ് ഏട്ടാ എന്നോട് പറയുണ്ടേ, നീ അവനെ തിരികെ വിളി. ഞാൻ പറഞ്ഞു വേണ്ട ചേട്ടാ, പോണെങ്കിൽ പൊയ്ക്കോട്ടെ. അതല്ല, നീ അവനെ തിരികെ വിളി. അവനെങ്ങാനും പോയി വല്ല സിനിമയിൽ അഭിനയിച്ച് സ്റ്റാർ ആവുകയാണെങ്കിൽ പിന്നെ അവനെ ഇന്റർവ്യൂ ചെയ്തതിനപ്പുറത്ത് ഒരു വിധിയില്ലല്ലോ എന്ന് ഓർത്ത് പറഞ്ഞു പോയതാ. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നമ്മളെ ജയറാമേട്ടൻ്റെ പഴയകാല വോയിസാണ്. അയ്യോ മോനെ ബാലകൃഷ്ണ, പെൺപിള്ളേരെ വലവീശി പിടിക്കുന്ന ആമ്പിള്ളേരെ കഴിവാടാ. ആ പേര് പറഞ്ഞെൻ്റെ ഭാര്യയുടെ മെക്കിട്ടങ്ങനെ കയറിയ മോനെ കൊന്നുകളെ ഞാൻ. വണ്ടിയേട് മാഷേ വണ്ടിയേട് വിട്ടോടാ. അയ്യോ എന്താ പെണ്ണേത്. അത്രേ ഉള്ളൂ. പിന്നെ മണിച്ചേട്ടൻ്റെ പാട്ട്, മണിച്ചേട്ടനെ കുറിച്ചുള്ള പാട്ടും പിന്നെ മണിച്ചേട്ടൻ്റെ ഒരു 3 പാട്ടും കൂടി ചേർത്ത് കോർത്തിണക്കി ഒന്ന് പാടാം. എനിക്കുമുണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിനുള്ളൊരു പെണ്ണൊരുത്തി, മഞ്ഞക്കിളിയും തോറ്റു പോകണ ഉണ്ടക്കണ്ണുള്ളൊരു പെണ്ണൊരുത്തി, ഉണ്ടക്കണ്ണുള്ളൊരു പെണ്ണൊരുത്തി. എനിക്കുമുണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിനുള്ളൊരു പെണ്ണൊരുത്തി, മഞ്ഞക്കിളിയും തോറ്റു പോകണ ഉണ്ടക്കണ്ണുള്ളൊരു പെണ്ണൊരുത്തി, ഉണ്ടക്കണ്ണുള്ളൊരു പെണ്ണൊരുത്തി. മാനത്തെ വെള്ളി നിലാവിൻ്റെ വെട്ടം മുഴുവനുമുള്ള മുഖമാണേ, മാനത്തെ വെള്ളി നിലാവിൻ്റെ വെട്ടം മുഴുവനുമുള്ള മുഖമാണേ. മറയത്തിരിക്കണ മാനാണേ, പഴം തക്കാളി ചീന്തിയ ചുണ്ടാണേ. മറയത്തിരിക്കണ മാനാണേ, പഴം തക്കാളി ചീന്തിയ ചുണ്ടാണേ. എനിക്കുമുണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിനുള്ളൊരു പെണ്ണൊരുത്തി, മഞ്ഞക്കിളിയും തോറ്റു പോകണ ഉണ്ടക്കണ്ണുള്ളൊരു പെണ്ണൊരുത്തി, ഉണ്ടക്കണ്ണുള്ളൊരു പെണ്ണൊരുത്തി. പിന്നെ ഇവിടെ വന്നപ്പോൾ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉല്ലാസേട്ടൻ്റെ കൂടെ കുറച്ച് നാൾ ഇങ്ങനെ പ്രോഗ്രാമിനൊക്കെ അല്ലാതെ പോഷനായിരുന്നു കാണാനായിട്ട്. ഉല്ലാസേട്ടൻ്റെ ആരാധന മൂത്ത് ഞാൻ ഒരുപാട് തവണ ഒരു വർഷത്തോളം അല്ലേ, ഒരു വർഷത്തോളം ഉല്ലാസൻ്റെ വീട്ടിലും അല്ലാതെ ഉല്ലാസൻ്റെ പ്രോഗ്രാമൊക്കെ കാണാനായിട്ട് പോകും. ഉല്ലാസൻ്റെ ഡാൻസ് കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡാൻസ് ഇച്ചിരി മുമ്പേ സ്റ്റെപ്പ് കാണിക്കുന്നുണ്ട്. അപ്പം ഉല്ലാസൻ്റെ അന്നത്തെ സ്കിറ്റിനകത്തുള്ളൊരു സൗണ്ടും കാര്യങ്ങളുമാണ് ഞാൻ ചെറുതായിട്ടൊന്ന് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഞാൻ ഒരു ഫോണിൽ കൂടെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഓർമ്മയുണ്ടെന്ന് അറിയില്ല ഉല്ലാസന. അപ്പം അദ്ദേഹം ഇങ്ങനെ പറയുന്നത്, എൻ്റെ വത്സമ ദേഹം വേണമെങ്കിൽ ഒന്നും ചെയ്യണ്ട, എനിക്ക് ഇഷ്ടമല്ലാതെ അശ്വതി ഇവിടെ വരും. എൻ്റെ പൊന്നും നെൽസ, നീ ഒന്നീ ചിരിക്കണം അല്ലെങ്കിൽ സ്കിറ്റ് പറയണം. ഇത് രണ്ടും കൂടെ തന്നെ നിന്നെ ഞാൻ പൂന്തിക്കളയും. അങ്ങനത്തെ ചെറിയ ചെറിയ കോമഡികളാണ് അദ്ദേഹം പറയുന്നത്. അതേ കണക്ക് ഒരു മ്യൂസിക് ഇട്ട് തരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇച്ചിരി മുമ്പ് 2 സ്റ്റെപ്പുകൾ കണ്ട് ഞാൻ അവിടെ പുറത്തിരുന്നപ്പോൾ കണ്ടത്. അത് ഇട്ട് തരികയാണെങ്കിൽ ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. ഡാൻസ് ഇദ്ദേഹത്തിൻ്റെ കണ്ണൊക്കെ പോകുന്ന ഒരു പ്രത്യേക എക്സ്പ്രഷൻ കയ്യിലൂടെയൊക്കെ സംഭവം സംഗതി കയറി വരുന്നത് അതൊരു പ്രത്യേകത കാണാൻ.
കിലിക്ക് പിപ്പി ഫിലിഫിച്ച് ബ്ലാക്ക് ത്രോയ്ക്ക് ഉന്നോട് നോമുവോ ചാവോ ഡംബ ഡംബ ബുഗോ കിലിക്ക് നിംക്ലെ തിരെ ഹുഫു നിംക്ലെ ബഹാസ് ടുഡു താപ്പസ്റ്റേ ഡറു നിംക്ലെ കിലിക്ക് ബുഡു സബബ ഹബ സബ ആ ബീറ്റ് അങ്ങോട്ട് മൂക്കുമ്പോ നമുക്ക് ആവേശം മൂക്കണ ഒരു സംഭവമാണ്, അതും കൂടെ കാണിക്കാമായിരുന്നു. അദ്ദേഹം പിന്നെ പറയുമായിരിക്കും അതാ നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്തിരുന്നു ഉല്ലാസേട്ടാ, പക്ഷെ അത് വന്നില്ല. പിന്നെ ഒരു വണ്ടി എടുത്തന്നെ എൻ്റെ പൊന്നു നൽസ, ഞാൻ പുതിയൊരു കാർ എടുത്ത് ടാറ്റയുടെയാണത് കേട്ടോ, അങ്ങനെയൊക്കെ ഒരു പ്രത്യേക താളത്തിൽ അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പം ഇങ്ങനെ അമൃത ചാനലിൽ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിന് ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും എല്ലാവർക്കും ഈ എളിയ കലാകാരൻ്റെ നന്ദി, നമസ്കാരം. ഓക്കെ സുജി, നല്ല പെർഫോമൻസ് ആയിരുന്നു. എസ്പെഷ്യലി സ്റ്റാർ ഒക്കെ ചെയ്തത് ഭയങ്കര പെർഫെക്ഷൻ ആയിരുന്നു അല്ലേ ഉല്ലാസേട്ടാ? സ്റ്റാറൊക്കെ നല്ല പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞ പോലെ ഇയാൾ എന്നോട് വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ എന്നെ ഫോണിൽ വിളിച്ച് എൻ്റെ വീട്ടിൽ വരികയും പിന്നെ പരിപാടി സ്ഥലത്തൊക്കെ ഈ കൊല്ലം ഏരിയയിലൊക്കെ ഉള്ളപ്പോഴൊക്കെ വരുമായിരുന്നു. വരും. എന്നെ വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ അനുകരിച്ച കറക്റ്റാണ് എൻ്റെ മുഖം. ഡാൻസ് കുറച്ചുകൂടെ ഒന്ന് സ്പീഡാക്കിയാൽ ചിലപ്പോൾ കറക്റ്റ് ആയത്. അതെ അതെ, തുടക്കം കറക്റ്റ് ആയിരുന്നു, പിന്നെ ഫ്ലോ വന്നില്ലല്ലോ അല്ലെ? തുടങ്ങിയത് കറക്റ്റ് ആയിരുന്നു. അത് ഉല്ലാസേട്ടൻ അങ്ങനെ തന്നെ തുടങ്ങാം. സൂപ്പർ ആയിരുന്നു. ഇനി ഒരുപാട് പരിപാടികൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഉല്ലാസേട്ടാ സ്റ്റാറെല്ലാം ഓക്കെ ആയിരുന്നു, സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. ഞാൻ വിചാരിച്ച മണിച്ചേട്ടൻ്റെ സൗണ്ട് പറയുമെന്ന് വിചാരിച്ചു. അത് ആദ്യത്തെ പിന്നെ നമ്മുടെ വിഷ്ണുവിൻ്റെ സൗണ്ട് പറഞ്ഞപ്പോൾ അതിനകത്ത് അത് കറക്റ്റ് കിടപ്പുണ്ടായിരുന്നു മണിച്ചേട്ടൻ്റെ. ഞാൻ വിചാരിച്ച മണിച്ചേട്ടനെ അനുകരിക്കുമെന്ന് വിചാരിച്ചു. മണിച്ചേട്ടനെ പറയണം കേട്ടോ, നന്നായിട്ട് അടിപൊളിയായിട്ട് പറയാം. പറഞ്ഞിട്ടുണ്ടോ? ചോട്ടാ മുംബൈയിലെ ഒരു ചെറിയ, അത് എത്രത്തോളം ആവും അറിയില്ല, പക്ഷെ അത് പറ്റും, നല്ല നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് അടുത്ത പ്രാവശ്യം ചെയ്ത് കാണിച്ചാൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ. പിന്നെ പാട്ടെല്ലാം കൊള്ളായിരുന്നു. പിന്നെ ഉല്ലാസിന്റെ ആ തുടക്കം കറക്റ്റ് ആയിട്ടോ. അതെ, ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ എവിടുന്ന് കയറി വരുന്നത് കറക്റ്റാണ് കേട്ടോ. അടിപൊളിയായിരുന്നു, എല്ലാം സൂപ്പർ, അടിപൊളി. സൂപ്പർ സുജി. അപ്പൊ നമുക്ക് ഇനി വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.